In this class, we are going to discuss on the work done by a centrifugal pump. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചു. In this class, we are going to study what is the work done by a centrifugal pump. So, നമ്മൾ നേരത്തെ ടർബൈൻ്റെ കേസിൽ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടർബൈൻ എന്ന് പറഞ്ഞാൽ it converts hydraulic energy. ഈ ഹൈഡ്രോളിക് എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്? ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? പക്ഷെ പമ്പിനകത്ത് എന്താ ചെയ്യുന്നത്? സോ പമ്പിനകത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ പമ്പിൻ്റെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മോട്ടർ വെച്ചിട്ട് സം മെക്കാനിക്കൽ എനർജി, അതിനെ ഇറ്റ് ഈസ് കൺവേർട്ടിങ് ദാറ്റ് ടു ഹൈഡ്രോളിക് എനർജി അല്ലേ? സോ ഇൻ പമ്പ് ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹൈഡ്രോളിക് എനർജി. ഇത് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ടർബൈൻ്റെ നേരെ റിവേഴ്സാണ് പമ്പ് എന്ന് പറയുന്നത്. ടർബൈനകത്ത് ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പമ്പിനകത്ത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും ഇതിൻ്റേത് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇൻ ദിസ് കേസ്, പമ്പിൻ്റെ കേസിൽ ദ വർക്ക് ഈസ് done by the impeller on water. ഈ ഒരു കേസിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ ദ വാട്ടർ. ടർബൈനകത്ത് എന്തായിരുന്നു? വാട്ടർ വാസ് ഡൂയിങ് ദ വർക്ക് ഓൺ ദ ഇംപെല്ലർ, ബട്ട് ഹിയർ വർക്ക് ഈസ് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ വാട്ടർ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ടർബൈൻ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് കേസ് ആയിരിക്കും ഇതിനകത്ത് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഇംപെല്ലർ ഉണ്ട്. സോ ഇംപെല്ലർ ഈസ് വിത്തിൻ എ കേസിങ്, ഒരു കേസിങ്ങിനകത്ത് ആണ് അതിൻ്റെ ഇംപെല്ലർ ഇരിക്കുന്നത്. സോ ഇതിൻ്റെ റേഡിയസ് നമുക്ക് നോക്കാം. സോ ഇവിടം തൊട്ട് ഇവിടം വരുന്ന ഈ ഒരു റേഡിയസ്, അതിൻ്റെ സെൻറ്റർ ഇംപെല്ലറിൻ്റെ അല്ലെങ്കിൽ ഐ ഓഫ് ദ ഇംപെല്ലർ തൊട്ട് ഇന്നർ വരെ വരുന്ന ആ റേഡിയസിനെ നമ്മൾ R1 എന്ന് എടുക്കുന്നു. ആൻഡ് ദിസ് റേഡിയസ് is taken as R2. R1ഉം R2ഉമായിട്ട് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, നമുക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഒരു പമ്പ് ഏറ്റവും ബെറ്റർ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നത് വെൻ ദ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി അറ്റ് ദ ഇൻലെറ്റിൽ വാട്ടർ റേഡിയലി എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ബെസ്റ്റ് എഫിഷ്യൻസി കിട്ടുന്നത്. വിൽ ഗെറ്റ് ദ ബെസ്റ്റ് എഫിഷ്യൻസി ഫോർ ദ പമ്പ് വെൻ ദ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി അറ്റ് ദ ഇൻലെറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ടർബൈൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, റേഡിയലി വാട്ടർ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് റേഡിയലി വാട്ടർ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? വേൾഡ് വെലോസിറ്റി ഓഫ് വേൾഡ് 0 ആയിരിക്കും, അത് കയറുന്ന ആംഗിൾ 90 ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ആബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റ് മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ദാറ്റ് ഈസ്, ഇത് അകത്തേക്ക് കയറുന്ന ആബ്സല്യൂട്ട് വെലോസിറ്റി മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ഈ ആബ്സല്യൂട്ട് വെലോസിറ്റി എൻ്റർ ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പം നേരത്തെ നമ്മൾ റേഡിയലി എക്സിറ്റാണ് പഠിച്ചത് അല്ലേ? റേഡിയലി എക്സിറ്റ് ചെയ്തപ്പോൾ എന്താ, നമ്മൾ ബീറ്റ 90 ഡിഗ്രി എന്ന് എടുത്തു. സോ ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹിയർ ദ ആൽഫ വിൽ ബി 90 ഡിഗ്രീസ്. സോ അതാണ് ഇതിനകത്ത്, ഇത് ഇൻറ്റേർണലി ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് പിന്നെന്താ നമ്മൾ വെലോസിറ്റി ഓഫ് വേൾഡ് W will be 0. ഇത് ഇൻലെറ്റ് ആയതുകൊണ്ട് that will be VW1 will be 0. ഈ രണ്ട് കേസസ് നമുക്കിവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് VW1 ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ വരും? ഇൻലെറ്റിൽ ഇത് റേഡിയലിയാണ് എൻ്റർ ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. സോ ഇത് റേഡിയലി എൻ്റർ ചെയ്യുന്നു. So this makes an angle 90 degree. അപ്പോൾ റേഡിയലി എൻ്റർ ചെയ്യുന്നത് V1 ആണ്. V1 is making an angle 90 degree
and VR1, and this will be U1. This velocity will be U1 and this will be VR1, and VR1 is making an angle theta with the radial direction. So ഇതാണ് അതിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും? ഇത് വെളിയിലേക്ക് വന്നിട്ട് it is going out like, it will be going out like this. It will be going out like this. That is making an, that is V2. വെളിയിലേക്ക് വരുന്നത് V2 ഈ ഡയറക്ഷനിലായിരിക്കും. And the vein velocity will be U2, the total length. So this will be U2. So അത് U2 ഇത് V2 ആണെങ്കിൽ this will be our VR2. ഇതായിരിക്കും നമ്മുടെ VR2 എന്ന് പറയുന്ന ആംഗിൾ. This will be angle beta and this will be angle phi. അപ്പോൾ ഇത് VR2 ആണെങ്കിൽ ആൻഡ് V2ന് രണ്ട് കമ്പോണൻസ് ഉള്ളു അല്ലേ? V2ൻ്റെ രണ്ട് കമ്പോണൻസ് ഒന്ന് എന്താണ്? ഇറ്റ് ഈസ് VF2. ഇതെന്ന് പറയുന്നത് VF2 ആയിരിക്കും. ആൻഡ് ദിസ് ഈ ഒരു ഡിസ്റ്റൻസ് V2ൻ്റെ രണ്ട് കമ്പോണൻ്റ് അല്ലേ? ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് വരുന്നത് എന്തായിരിക്കും? VW2 ആയിരിക്കും. So this is how we plot the velocity triangle for a centrifugal pump. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇൻലെറ്റ് റേഡിയലാണ് എൻ്റർ ചെയ്യുന്നത്. ഓൾസോ ആൽഫ ഇസിക്കൽ ടു 90 ഡിഗ്രി ആൻഡ് VW1 ഇസിക്കൽ ടു 0. സോ ഇതിൻ്റെ V1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. സോ നമുക്ക് U1 എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിൻ്റെ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് VR1 ആയിരിക്കും. ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ഇത് വെളിയിലേക്ക് പോകുന്നത് ദിസ് വിൽ ബി V2. വെളിയിലേക്ക് പോകുന്ന ഡയറക്ഷൻ ഇതാണ്. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ U2 എന്ന് പറയുന്നത് ഇത്, അത് വെയിൻ്റെ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. സോ ദിസ് വിൽ ബി ഹാവിങ് ദിസ് ആസ് U2. അങ്ങനെ ഇത് U2 ഇത് V2 ആണെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്തത് VR2 ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് വെലോസിറ്റി. ആൻഡ് V2 ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ബീറ്റ ആൻഡ് VR2 ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ മാത്രമല്ല ഇത് V2 ആണെങ്കിൽ V2ന് രണ്ട് കമ്പോണൻസ് ഉള്ളത്, ഒന്ന് സൈൻ കമ്പോണൻറ്റും ഒന്ന് കോസ് കമ്പോണൻറ്റും. സൈൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും VF2, അത് റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്ന VF2 ആയിരിക്കും. ആൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് VW2 ആയിരിക്കും. സോ ദാറ്റ്സ് ഹൗ വി പ്ലോട്ട് ദ വെലോസിറ്റി ട്രയാങ്കിൾ ഫോർ എ centrifugal pump. Now we are going to find out the equation for the work done by a centrifugal pump. So in this case we have N equal the speed of the turbine. N എന്ന് പറയുന്നത് ഇമ്പല്ലറിൻ്റെ സ്പീഡാണ്. D1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ്. ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റ് ഡയമീറ്ററാണ്. D2 എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ഡയമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റിലെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ D1 N/60. അതുപോലെ തന്നെ അറ്റ് ഔട്ട്ലെറ്റ് പൈ D2 N/60 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓൾസോ V1 ഈ ടേംസ് എല്ലാം നിങ്ങൾ നേരത്തെ ടർബൈൻസിനകത്ത് പഠിച്ച സെയിം ടേംസ് തന്നെയാണ്. ഇത് പമ്പിൻ്റെ കേസിലാണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. V1 എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റിലെ വാട്ടറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ. ആൻഡ് VR1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി. അത് V1ൻ്റെയും U1ൻ്റെയും കൂടെ റിലേറ്റീവ് വെലോസിറ്റി. അതുപോലെ VR2 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. അതുപോലെ ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ ആബ്സല്യൂട്ട് വെലോസിറ്റി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ. ഓൾസോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബീൻ ബൈ VR1 മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ. കറസ്പോണ്ടിംഗ്ലി ബീറ്റയും ഫൈയും, ബീറ്റ എന്ന് പറയുന്നതായിരിക്കും ആംഗിൾ മെയ്ഡ് ബൈ V2 വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ, ആൻഡ് ഫൈ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ VR2 വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ടേംസ് വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഒരു പമ്പ് എന്ന് പറഞ്ഞാൽ pump is the reverse of radial inward flow turbine അല്ലേ? എന്താണ് ഇങ്ങനെ പറഞ്ഞത്? നമ്മളതിൻ്റെ പ്രോസസ്സ് നേരെ ഓപ്പോസിറ്റാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയലി അകത്തേക്ക് കയറുന്ന പമ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പമ്പ് ഇസ് എ റിവേഴ്സ് ഓഫ് എ റേഡിയൽ ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ. Then for a radial inverse flow turbine, ഒരു റേഡിയൽ ഇൻവേഴ്സ് ഫ്ലോ ടർബൈൻ്റെ
വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ് എത്രയായിരുന്നു? ദാറ്റ് ഈസ് ഫോർ റേഡിയൽ ഇൻവേഴ്സ് ഫ്ലോ ഓഫ് ടർബൈൻ്റെ കേസിൽ, റേഡിയൽ ഇൻവേഴ്സ് ഫ്ലോയുടെ കേസിൽ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ്. അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് ദാറ്റ് ഈസ് റോ എ V1 ഇൻറ്റു W1 U1 മൈനസ് VW2 U2 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെർ യൂണിറ്റ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു നമ്മൾ. അപ്പോൾ അതിനെന്ത് ചെയ്തു? വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വി ഗോട്ട് ദ വാല്യൂ ആസ് 1/g ഇൻറ്റു VW1 U1 മൈനസ് VW2 U2 എന്നാണ് നമുക്ക് കിട്ടിയത്. അല്ല, ടർബൈൻ്റെ കേസിലാണ് ഇത്, ടർബൈൻ്റെ കേസിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ, പമ്പിൻ്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? പമ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് റേഡിയൽ ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും ഇൻ കേസ് ഓഫ് പമ്പ്. ദെൻ ഫോർ പമ്പിൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി മൈനസ് ഓഫ് 1/g ഇൻറ്റു VW1 U1 മൈനസ് VW2 U2 എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈ മൈനസിനെ ഞാൻ അകത്തേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ 1/g ഇൻറ്റു ഇത് മൈനസ് അകത്തേക്ക് വരും, നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ VW2 U2 മൈനസ് VW1 U1 എന്ന് നമുക്ക് കിട്ടും അല്ലേ? പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് റേഡിയലി ഇൻവേർട്സ് ആണ്. അപ്പോൾ റേഡിയലി ഇൻവേർട്സ് ആയതുകൊണ്ട് എന്താണ്? VW1 is equal to 0 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1/g ഇൻറ്റു VW2 U2 എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ് ഇൻ കേസ് ഓഫ് പമ്പ്. ഓൾസോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി നോ വാട്ട് ഇസ് Q എന്ന് പറഞ്ഞതാണ് പൈ D1 B1 VF1 is equal to pi D2 B2 VF2. ഈ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പം യൂസ്ഫുൾ ആയിട്ട് വരും. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ കേസ്. നമ്മൾ ടർബൈൻ പഠിച്ചതായതുകൊണ്ട് നമുക്ക് പമ്പിൻ്റെ കേസിൽ വരുന്നത് നമുക്ക് കുറെ കൂടെ ഈസിയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് പമ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിവേഴ്സ് ഓഫ് റേഡിയൽ ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ. അപ്പം ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ്റെ കേസിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/g ഇൻറ്റു VW1 U1 മൈനസ് VW2 U2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പമ്പിൻ്റെ കേസിൽ ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ വി ഗോട്ട് 1/g ഇൻറ്റു VW2 U2 മൈനസ് VW1 U1. പക്ഷെ ഇവിടെ റേഡിയലി ഇൻവേർഡ് ആയതുകൊണ്ട് VW1 ഈസ് 0. സോ വി ഗോട്ട് ദ വാല്യൂ ആസ് 1/g ഇൻറ്റു VW2 U2 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ നമ്മളോട് വർക്ക് ഡൺ പെർ സെക്കൻഡ് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? അപ്പം യൂണിറ്റ് വെയിറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ. സോ നൗ വി ലുക്ക് ഇൻ ടു സം ഓഫ് ദ ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്കൊരു ഇമ്പല്ലർ ഉണ്ട്. ദിസ് വിൽ ബി ദ സക്ഷൻ പൈപ്പ്. This is the discharge pipe. Okay, suction pipe ഉണ്ട്, discharge pipe ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് the various types of heads ആണ്. Okay, so first we have the suction head. Suction head എന്ന് പറഞ്ഞാൽ എന്താണ്? Suction head എന്ന് പറഞ്ഞാൽ ഈ ടെയിൽ റേസ് മുതൽ ഈ ഇമ്പല്ലറിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സക്ഷൻ ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് HS. So that is known as the suction head, HS. So suction head HS എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? It is the vertical height of the center line of the centrifugal pump above the water surface in the tank or pump from which the water is to be lifted. അപ്പോൾ വാട്ടർ ലിഫ്റ്റ് ചെയ്യേണ്ട ഈ ഒരു ഇവിടുത്തെ ടാങ്ക് അല്ലെങ്കിൽ വെല്ലാണെന്ന് നോക്കുക, അതിൻ്റെ സർഫേസിൽ നിന്ന് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ആ ഒരു ഹൈറ്റിനെ എന്ത് നമ്മൾ പറയും? സക്ഷൻ ഹെഡ് എന്ന് പറയും. അടുത്തത് നമുക്കുള്ളത് ഡെലിവറി ഹെഡാണ്. ഡെലിവറി ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന HD വെച്ചിട്ടാണ്. അതായത് ഈ സെൻറ്റർ തൊട്ട് നമുക്ക് എവിടം വരെയാണോ ഈ വാട്ടർ എത്തിക്കേണ്ടത് ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ HD അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാങ്കിലേക്കാണ് എത്തിക്കേണ്ടതെങ്കിൽ ആ ടാങ്കിൻ്റെ
ലെവൽ തൊട്ട് ഈ ഇമ്പല്ലറിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഹെഡ്, ദാറ്റ് ഈസ് എച്ച് ഡി എന്ന് നമ്മൾ പറയും. ദാറ്റ് ഇസ് എ ഡെലിവറി ഹെഡ്. ഇറ്റ്സ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ പമ്പ് ആൻഡ് ദ വാട്ടർ സർഫേസ് ഇൻ ദ ടാങ്ക് to which the water is to be delivered is known as the delivery head. And then we have the static head. Static head, that is indicated as HS. HS എന്ന് പറയുന്നത് ഈ സക്ഷൻ ഹെഡിൻ്റെയും ഡെലിവറി ഹെഡിൻ്റെയും കൂടെ ടോട്ടൽ സം ആയിരിക്കും. ദാറ്റ് ഇസ് എ HS എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹെഡ്. ഇറ്റ്സ് എ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ HM. അപ്പം മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡ്, അതിനെയാണ് നമ്മൾ HM അല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനോമെട്രിക് ഹെഡ് കണ്ടുപിടിക്കാനുള്ള കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് HM is equal to, that's the manometric head is equal to head imparted by the impeller to water minus loss of head in the pump. അതായത് ഒരു ഇമ്പല്ലറിനകത്ത്, അത് ദിസ് എ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു വാട്ടർ, അതായത് ഇമ്പല്ലർ വാട്ടറിലേക്ക് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഹെഡ് മൈനസ് അതിനകത്ത് എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഇസ് എ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ വാട്ടർ? നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? VW2 U2 ഡിവൈഡ് ബൈ G മൈനസ് എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഇസ് HF എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ലോസ് ഓഫ് ഹെഡ് in the pump. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ദാറ്റ് ഇസ് എ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ പമ്പ്. ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ഈസ് HM is equal to total head at the outlet of the pump minus total head at the inlet of the pump. ഒരു പമ്പിൻ്റെ ഔട്ട്ലെറ്റിലെ ഹെഡ് മൈനസ് ഇൻലെറ്റിലെ ഹെഡ്. അപ്പോൾ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബെർണോളിസ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം അല്ലേ? എന്താണ് ഔട്ട്ലെറ്റിലെ ഹെഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? പി ഔട്ട്ലെറ്റ്, ഇത് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് സ്റ്റാറ്റിക് ഹെഡ് മൈനസ്, അതാണ് ടോട്ടൽ ഹെഡ് അറ്റ് ദ ഔട്ട്ലെറ്റ്. അതിനകത്തു നിന്ന് ഇൻലെറ്റിലെ കുറയണം. അപ്പോൾ ഇൻലെറ്റ് എന്തായിരിക്കും? PI ബൈ റോ ജി മൈനസ് പ്ലസ്, ഫുൾ ഇക്വേഷൻ ആണ്, പ്ലസ് VI സ്ക്വയർ ബൈ 2G പ്ലസ് ZI. ദിസ് വിൽ ബി ദ ടോട്ടൽ ഹെഡ് ഓഫ് പമ്പ് അറ്റ് ഇൻലെറ്റ് അല്ലേ? പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് സ്റ്റാറ്റിക് ഹെഡ്. അത് ഇൻലെറ്റിലെ ഔട്ട്ലെറ്റിലെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Manometric head കിട്ടും. And also we have another equation, that is HM is equal to suction head plus delivery head plus losses at the suction side plus losses at delivery side plus VD square by 2G, velocity head at the delivery. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 ഇക്വേഷൻസ്. ഒന്ന് VW2 U2 by G മൈനസ് ലോസ് ഹെഡ്. അടുത്തത് ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട്, അടുത്തത് നമ്മുടെ ഹെഡ് വെച്ചിട്ട് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വേരിയസ് ഇക്വേഷൻ ഫോർ മാനോമെട്രിക് ഹെഡ്. സോ മാനോമെട്രിക് ഹെഡ് ഇസ് ദ head against which the centrifugal pump has to work. Okay. Next we have the manometric efficiency. So manometric efficiency എന്ന് പറഞ്ഞാൽ the ratio of manometric head to the head imparted by the impeller to water. അപ്പം manometric head, that is manometric efficiency എന്ന് പറയുന്നത് manometric head divided by head imparted by the impeller to water. എന്താ head imparted by the impeller to water എന്ന് പറഞ്ഞാൽ
that is 1 by G into VW2 U2 by normal, that is 1 by G, that is 1 by G into VW2 U2. ഇതാണ് the head imparted by the impeller to the water. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? that is G, ഈ G മുകളിലേക്ക് പോകും, GHM divided by VW2 U2 എന്ന് എഴുതാം. that is a manometric head. okay, sorry, manometric efficiency. So ഈ manometric efficiency നമുക്ക് വേറെ രീതിയിലും കൂടെ എഴുതാം. that is the power given to water at outlet divided by power available at inlet. അതായത് ഔട്ട്ലെറ്റിലെ പവർ ഡിവൈഡ് ബൈ ഇൻലെറ്റിലെ പവർ. അപ്പോൾ ഔട്ട്ലെറ്റിലെ പവർ എത്രയാണ്? what is the power given to water at outlet എന്ന് പറയുന്നത്? that will be the shaft power, അല്ലെങ്കിൽ WHM divided by 1000 അല്ലേ? W into HM divided by 1000 divided by what is the power available at inlet, അല്ലെങ്കിൽ പവർ അറ്റ് ദ ഇംപെല്ലർ എന്ന് പറയുന്നത് എന്താണ്? അത് വർക്ക് ഡൺ പെർ സെക്കൻഡ് അറ്റ് ദ ഇംപെല്ലർ ഡിവൈഡ് ബൈ 1000 ആണ്. അപ്പം വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ്. ദാറ്റ് ഈസ് 1 by G into VW2 U2 ഡിവൈഡ് ബൈ 1000 അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇതെന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ് അല്ലേ? സോ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ല. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് weight അല്ലേ? സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് W. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VW തമ്മിൽ ക്യാൻസൽ ആയി പോകും, 1000 തമ്മിൽ ക്യാൻസൽ ആയി പോകും. സോ വിൽ ഗെറ്റ് HM, ഈ G മുകളിലേക്ക് പോകും, GHM ഡിവൈഡ് ബൈ VW2 U2 എന്ന് കിട്ടും. ദാറ്റ്സ് ദ സെയിം ഇക്വേഷൻ ഹിയർ. സോ ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓർത്തുക. ചിലപ്പം പവർ എന്ന് പറഞ്ഞാണ് നമ്മൾ ക്വസ്റ്റനിൽ തരുന്നെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ മാനോമെട്രിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പവർ ഗിവൺ ടു വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഡിവൈഡ് ബൈ പവർ അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി M എന്നാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് മാനോമെട്രിക് എന്ന് പറഞ്ഞാൽ കാണിക്കണേ. ഞാൻ മുമ്പേ എഫിഷ്യൻസി M എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത്. സോ ഷുഡ് ബി ഷോൺ ആസ് എഫിഷ്യൻസി മാനോമെട്രിക്. സോ ഹിയർ വാട്ട് ഇസ് എ മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് is the power at the impeller divided by power at the shaft അല്ലേ? ഒരു മെക്കാനിക്കൽ എഫിഷ്യൻസി പമ്പിനകത്ത് സംഭവിക്കുന്ന കാര്യം. അപ്പം അവിടെ ഇമ്പല്ലറിൻ്റെ പവർ ഡിവൈഡ് ബൈ ഷാഫ്റ്റിൽ കൊടുക്കുന്ന മോട്ടർ കൊടുക്കുന്ന ആ ഒരു പവർ. സോ പവർ അറ്റ് ഇമ്പല്ലർ എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് W by G വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 അല്ലേ? ഇൻറ്റു VW2 U2 ഡിവൈഡ് ബൈ 1000 divided by shaft power. This will be the mechanical efficiency of a pump. Okay. So next we have the overall efficiency. Overall efficiency എന്ന് പറയുന്നതാണ് power output of the pump divided by power input to the pump. അപ്പോൾ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എന്തുമാത്രം ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇൻറ്റു അതിൻ്റെ ഹെഡ് അല്ലേ? ഡിവൈഡ് ബൈ 1000. ദാറ്റ് വിൽ ബി ദ power output of the pump divided by power input എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് പവർ അല്ലേ? So we have WHM divided by 1000 into shaft power. This will be our equation. Also നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് വരും. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു മാനോമെട്രിക് എഫിഷ്യൻസി. സോ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ.